വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യക്ഷൻ സുബേർജി, PTA പ്രസിഡന്റ് പ്രവീൺ മാഷ് HM, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, ആദ്യമായിട്ട് കൃതജ്ഞതയും നന്ദിയും അറിയിക്കുകയാണ്. ഈ ഒരു പരിപാടിയിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ശതാരവം പരിപാടിയൊക്കെയാണ് വളരെ വർണ്ണാഭമായിട്ട് ഘോഷയാത്രയോട് കൂടിയിട്ട് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പരിപാടിയിൽ ഉദ്ഘാടന സെഷനിൽ തന്നെ ഒരു പാർട്ടിസിപ്പേഷൻ, ഒരു അവസരം, ഒരു പരിഗണന, ഒരു സ്നേഹം തന്നതിൽ സംഘാടക സമിതിക്കും ഈ സ്കൂളിനോടുമുള്ള ആദരവും കൃതജ്ഞതയും നന്ദിയും ഓരോരുത്തരോടും അറിയിക്കുകയാണ്. പിന്നെ ഈ സംഘാടനം എന്ന് പറയുന്നതിൽ എന്താ പറയുക, വാക്കുകളില്ല. ഇതിൽ ചെമ്പ്രയുടെ ഓരോ മണൽത്തൈകളും എന്ന് പറയാം, ഓരോ നാട്ടുകാരും. ഇപ്പോൾ ഒരു പക്ഷേ വേദിയിലിരിക്കുന്നവരിലേക്കാളും അധികം പാർട്ടിസിപ്പേഷൻ സദസ്സിലിരിക്കുന്ന ഓരോ ആളുകൾക്കും ഈ 5 ദിവസത്തെ പരിപാടിയിലേക്കുള്ള സംഭാവനകൾ നൽകിയവരുണ്ടാകും സദസ്സിലുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടിയുള്ള ആശംസ അർപ്പിക്കാനാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓരോ രോമകൂപം, ഓരോ ആളുകളും, ഓരോ മനുഷ്യരും ഇതിൽ ഓരോ പാർട്ടിസിപ്പേഷൻ, ഒരു ചെറിയ കടുകുമണി പോലുള്ള സംഭാവനകൾ ഓരോരുത്തരും നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടിയിട്ട് ഈ ആശംസ ഞാൻ അർപ്പിക്കാൻ സാഹചര്യം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം ഈ നമ്മുടെ അലിമാഷ് ഈ പ്രൈസ് കൊടുത്തപ്പോഴേ, പുഷ്കരേട്ടൻ്റെ മകന് പ്രൈസ് കൊടുത്തപ്പോൾ അത് നമ്മളെ കുട്ടിയാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ ഒരു കരുതലുണ്ടല്ലോ, ആ ഒരു കരുതൽ, ആ സ്നേഹം, അത് ഈ സ്കൂൾ കാലഘട്ടങ്ങളിൽ, വിദ്യാലയ അവസരങ്ങളിൽ നമുക്ക് കിട്ടുന്ന, നമ്മളെ മോഡിഫൈ ചെയ്യുന്ന, നമ്മളെ മോൾഡ് ചെയ്യുന്ന ഓരോ വാക്കുകളാണ്. അപ്പോൾ അഭിനവോട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുട്ടിയാണ് കേട്ടോ എന്നുള്ള ആ മോട്ടിവേഷൻ ഉണ്ടല്ലോ, ആ പ്രചോദനം, അത് എല്ലാ കാലത്തേക്കും നിലനിൽക്കും. നമ്മളിപ്പോൾ ഡിഗ്രി കഴിയും, പ്രൊഫഷണൽ ഡിഗ്രി എടുത്തിട്ടുണ്ടാകും, എന്നാൽ പോലും ആ സമയത്ത് കിട്ടുന്ന നമുക്കുള്ള ആ പ്രചോദനം ഒരു വാക്കായിരിക്കാം. പക്ഷേ നമ്മൾ ലൈഫ് ലോങ് അത് കൊണ്ടു നടക്കും. ആ ജീവിതകാലം മുഴുവൻ നമ്മൾ നല്ല ഒരു ചിന്തയായിട്ട് നമ്മളെ വളർത്തിയെടുക്കാൻ അങ്ങനെയുള്ള വാക്കുകൾ നൽകുന്ന അധ്യാപകരെ സൃഷ്ടിച്ചെടുത്ത ഒരു സ്കൂളാണ്. അതോടൊപ്പം ആ അധ്യാപകരുടെ കീഴിൽ പഠിക്കാൻ ഭാഗ്യം ലഭിച്ച കുട്ടികളും ഇവിടെ നിന്ന് പോയവരുണ്ട്, ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. കുട്ടികളോട് പറയാനുള്ളത് ആ അവസരം നമ്മൾ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും എല്ലാ ആശംസകളും സ്നേഹവും പ്രാർത്ഥനകളും നമ്മുടെ സീനത്ത് ടീച്ചർക്കടക്കം എല്ലാ സ്നേഹാദരവും എല്ലാവരോടും അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും സ്കൂളിനും നമ്മുടെ ലത്തീഫ് സാഹിബിനും കുടുംബത്തിനും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. അധ്യാപകർക്ക് പ്രത്യേകിച്ച് സ്നേഹാദരവും ബഹുമാനവും സ്നേഹവും അർപ്പിക്കുകയാണ്. ഈ 5 ദിവസവും നമ്മളും ഇതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു ഓരത്ത് ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഒരു നാട്ടുകാരി എന്നുള്ള നിലക്ക്, അഭിഭാഷക എന്നുള്ള നിലക്കും നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും പരിഗണനയ്ക്കുമുള്ള നന്ദി പറയാനും കൂടിയുള്ള അവസരം ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, എല്ലാവിധ ആശംസകളും.